മരിച്ചവരെ പുനർജീവിപ്പിക്കുന്ന കഥകളൊക്കെ നാം കേൾക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പുനർജീവിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തൊട്ടേറെ ജീവനുകളാണ് ഇത്തരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിന് പ്രത്യേക സംഘങ്ങളുമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ശീതീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾക്ക് ജീവൻ നൽകാനുള്ള സംവിധാനം 10 വർഷത്തിനകം തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കൊടും തണുപ്പിൽ ശരീരകോശങ്ങൾക്ക് കേടുവരാതെ സൂക്ഷിക്കുന്ന മൃതദേഹങ്ങൾക്ക് ജീവൻ നൽകാമെന്ന് വിശ്വസിക്കുന്നവർ ഒട്ടേറെയുണ്ട്. ഇവർ കൂട്ടുപിടിക്കുന്നതൊക്കെ ക്രയോജനിക്സ് എന്ന സാങ്കേതികതയാണ്. മരിച്ച് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം മൃതദേഹം ശീതീകരിക്കാൻ തുടങ്ങും. അമേരിക്ക, റഷ്യ, പോർച്ചുഗൽ എന്നിവിടങ്ങളിലായി 3 കമ്പനികളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. 350-ലേറെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മിഷിഗൺ ആസ്ഥാനമായുള്ള ക്രയോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. തങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങൾക്ക് 10 വർഷത്തിനകം ജീവൻ നൽകുമെന്നാണ് ഡെന്നിസ് കോവാൽസ്കി എന്ന വിദഗ്ധൻ നൽകുന്ന അറിയിപ്പ്. ശാസ്ത്രം അനുദിനം വളരുകയാണ്. 100 വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ ഇത്തരം കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്നെങ്കിലും മൃതദേഹങ്ങൾക്ക് ജീവൻ പകരാൻ കഴിയുമെന്ന് ഞങ്ങൾക്കുറപ്പാണ്. ഇത് സ്റ്റെം സെല്ലുകളായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗവേഷണം മുന്നോട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ 10 വർഷത്തിനകം ജീവൻ നൽകാൻ കഴിയുമെന്ന് ഉറപ്പാണ്. ക്രയോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം 2000 പേരാണ് മരണശേഷം മൃതദേഹം പുനർജീവിപ്പിക്കാനായി പണമടച്ചിരിക്കുന്നത്. ക്രയോണിക്സ്, ക്രയോ പ്രിസർവേഷൻ എന്നും അറിയപ്പെടുന്ന ഈ സാങ്കേതിക വിസ്മയം ഏറെ സൂക്ഷ്മമായാണ് നടപ്പിലാക്കേണ്ടതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. 160 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇതിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ദ്രവ നൈട്രജൻ അടങ്ങിയ പ്രത്യേകതരം ടാങ്കുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. -196°C മൃതദേഹം സൂക്ഷിക്കുക. ഹൃദയം നിലച്ച് 2 മിനിറ്റിനകം നടപടിക്രമങ്ങൾ തുടരണം. 15 മിനിറ്റ് ആകുമ്പോഴേക്കും ആദ്യഘട്ടം പൂർത്തിയാക്കണം. ഐസ് നിറച്ച ബാഗുകളിലേക്ക് മൃതദേഹം മാറ്റുകയാണ് ആദ്യഘട്ടം. പിന്നീട് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള രാസവസ്തുക്കൾ കുത്തിവെച്ച് ശരീരത്തിലെ രക്തം ഊറ്റിക്കളയും. പിന്നീട് ആന്തരികാവയവങ്ങൾക്ക് കേടുവരാതിരിക്കാൻ പ്രത്യേകതരം രാസവസ്തു ശരീരത്തിലൂടെ കയറ്റിവിടും. ഇതോടൊപ്പം ഐസ് പാരലുകൾ രൂപപ്പെടാതിരിക്കാനുള്ള ദ്രാവകവും നിറയ്ക്കും. പിന്നീട് -130°C ശീതീകരിക്കും. ഇത് ദ്രവ നൈട്രജൻ നിറച്ച കൊടും തണുപ്പുള്ള പ്രത്യേക ടാങ്കിലേക്ക് മാറ്റും. റഷ്യയിലും പോർച്ചുഗൽ, യൂറോപ്പ് എന്നിവിടങ്ങളിലും ഇതിനുള്ള സംവിധാനമുണ്ട്. $2 ലക്ഷം, ഏകദേശം 1.3 കോടി രൂപയാണ് ഇതിന് ചിലവ്. ഈ സംവിധാനത്തെ ഒട്ടേറെ പേർ എതിർക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷയോടെയാണ് വിദഗ്ധർ ഇതിനെ കാണുന്നത്.